നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ട്രീറ്റ് മാട്രസസ്. ഭീഷണിയെന്ന് ദിലീപ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പരാതിയുമായി ദിലീപും നാദൃഷയും. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണം. 1.5 കോടി രൂപ നൽകണമെന്നും അല്ലെങ്കിൽ കേസിൽ വലിച്ചിഴയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായി DGPക്ക് നൽകിയ പരാതിയിൽ താരങ്ങൾ. ഫോൺ സംഭാഷണം അടങ്ങിയ ഓഡിയോ ടേപ്പും പോലീസിന്. പുതിയ വഴിത്തിരിവ്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന നിർണായക മൊഴി നൽകി മുഖ്യപ്രതിയുടെ സഹതടവുകാരൻ ജിൻസൺ രംഗത്തെത്തിയതിനു പിന്നാലെ സംഭവത്തിന്റെ വിശദവിവരങ്ങൾ ജയിലിൽ വെച്ച് പൾസർ സുനി തന്നോട് പറഞ്ഞതായും ഇയാൾക്കൊപ്പം സെല്ലിലുണ്ടായിരുന്ന ജിൻസൺ ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ താൻ കോടതിയിൽ ആവർത്തിക്കുമെന്ന പോലീസിനോട് ജിൻസന്റെ മൊഴി. ഇതനുസരിച്ച് വിശദ അന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ചാൽ കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘം നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത് ഇന്നലെ. അതിരില്ലാത്ത അലംഭാവം. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വ്യാപക ക്രമക്കേടെന്ന വിജിലൻസ് കണ്ടെത്തൽ. ചെമ്പനോട വില്ലേജ് ഓഫീസിലെ കർഷക ആത്മഹത്യയെ തുടർന്ന് നടത്തിയ പരിശോധനകളിൽ പുറത്തുവരുന്നത് ഉദ്യോഗസ്ഥ അഴിമതിയുടെ തനിനിറം. 32 വില്ലേജ് ഓഫീസുകളിൽ ഇന്നലെ നടന്ന പരിശോധനയിൽ 500-ലധികം ഫയലുകളിൽ ക്രമക്കേടെന്ന കണ്ടെത്തൽ. കർഷക ആത്മഹത്യ നടന്ന ചെമ്പനോട വില്ലേജിലെ ഭൂരേഖകളിൽ ഉദ്യോഗസ്ഥർ ഗുരുതരമായ തിരുത്തലുകൾ വരുത്തിയെന്ന വിജിലൻസ്. കരം സ്വീകരിച്ചിരുന്ന ഭൂമി വനഭൂമിയാക്കി മാറ്റിയും ഭൂവിസ്തൃതി കൂട്ടിയും കുറച്ചും തിരിമറി. ചെമ്പനോട വില്ലേജ് ഓഫീസിൽ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് ജനങ്ങളുടെ പരാതി കേൾക്കും. അതേസമയം ചെമ്പനോട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ്. ആത്മഹത്യ ചെയ്ത കർഷകൻ ജോയിയിൽ നിന്ന് കരം സ്വീകരിക്കുന്നതിൽ വില്ലേജ് താലൂക്ക് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയോ എന്ന് പരിശോധിക്കും. നടപടിക്രമങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കേസെടുക്കാനും നിർദ്ദേശം. ആ കസേരയിൽ ആരാകും? പുതിയ പോലീസ് മേധാവിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ച് സർക്കാർ. സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ DGP സ്ഥാനത്തേക്ക് വീണ്ടും എത്തിയ സെൻകുമാർ വിരമിക്കുന്നത് ഈ മാസം 30-ന്. പുതിയ DGP നിശ്ചയിക്കുന്ന വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം. അനധികൃത സ്വത്ത് സംബന്ധിച്ച് ജേക്കബ് തോമസിനെതിരായ പരാതിയിൽ കഴമ്പില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയെങ്കിലും അദ്ദേഹത്തെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനിടയില്ല. വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ച ജേക്കബ് തോമസ് IMG ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം. അദ്ദേഹം അതേ സ്ഥാനത്ത് തുടരും. സെൻകുമാറിന്റെ മടങ്ങിവരവോടെ പോലീസ് മേധാവിയുടെ കസേരയിൽ നിന്ന് വിജിലൻസ് ഡയറക്ടറുടെ തസ്തികയിലേക്ക് മാറിയ ബെഹ്റ പഴയ പദവിയിൽ തിരിച്ചെത്തുമെന്ന് സൂചന. സെൻകുമാർ വിരമിക്കുമ്പോൾ വീണ്ടും DGP ആയി നിയമനം നൽകാമെന്ന് സർക്കാർ അദ്ദേഹത്തിന് ഉറപ്പു നൽകിയിരുന്നതായും റിപ്പോർട്ട്. ബെഹ്റയ്ക്ക് പകരം വിജിലൻസ് മേധാവിയായി A. ഹേമചന്ദ്രൻ വന്നേക്കും. മോദി അമേരിക്കയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആദ്യം പോർച്ചുഗലിൽ എത്തുന്ന മോദി വാഷിംഗ്ടണിലേക്ക് പോകുക പ്രധാനമന്ത്രി ആന്റോണിയോ കോസ്റ്റയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച തിങ്കളാഴ്ച. ഭീകരവാദം, ഇന്ത്യയുടെ NSG അംഗത്വം, അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാവും. ഇന്ത്യക്ക് 22 അത്യാധുനിക ഗാർഡിയൻ പ്രിഡേറ്റർ ഡ്രോൺ വിമാനങ്ങൾ അമേരിക്ക കൈമാറുന്ന കരാറിലും ഇരു നേതാക്കളും ഒപ്പുവയ്ക്കും. അമേരിക്കയിലെ വ്യവസായ പ്രമുഖരുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.